ഹായ്, ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഹെയർ കളർ, അതായത് ഡൈനെ കുറിച്ചിട്ടാണ്. ഇപ്പം കുറേ ആൾക്കാർ നമ്മൾ സെൽഫായിട്ട് വീട്ടിൽ തന്നെ ഹെയർ ഡൈ അപ്ലൈ ചെയ്യാറുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സ്കാൽപ്പ് ഇച്ചിങ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കര റഫായിട്ട് മുടി ബ്രേക്കായി പോകാറുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ചെറിയ ചെറിയ പിമ്പിൾസ് നമ്മുടെ സ്കാൽപ്പിൽ വരും. റെഡിഷ് കളർ ആകും നമ്മുടെ സ്കാൽപ്പ്. അതേപോലെ തന്നെ നമ്മുടെ ഫോർഹെഡൊക്കെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് മാറും. അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്, അതാണ് ഈ വീഡിയോയിൽ കൂടുതലും ഞാൻ പറയാൻ പോകുന്നത്. സെൽഫായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഫസ്റ്റ് നിങ്ങൾ ഒരു 2-3 ഹെയർ ഫ്രണ്ടിലത്തെ ഗ്രേ എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് കളർ ചെയ്യാൻ പാടില്ല. ഇപ്പം എൻ്റെ ഇവിടെ 2-3 ഹെയർ ഗ്രേ ആണ്. സോ ഞാനത് ബോധേഡ് അല്ല. നമ്മൾ ആദ്യമേ 1-2 ഹെയർ ഗ്രേ ആണെന്ന് പറഞ്ഞിട്ട് കളർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ഫാഷൻ കളറൊക്കെ ചെയ്തിട്ടേക്കുവാണെങ്കിൽ ഈ 1-2 വൈറ്റ് ഹെയർ ഒക്കെ അതിനകത്ത് മിക്സ് ആയി പോക്കുള്ളൂ. അത് ഭയങ്കരമായിട്ട് എടുത്ത് നമ്മൾ കാണിക്കത്തില്ല. ഇപ്പോൾ 1-2 വൈറ്റ് ഹെയർ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളൊരു പാർട്ടിക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ വേ ആയിട്ട് അതിനെ നമുക്ക് മസ്കാര വെച്ചിട്ട് അതിനെ കവർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ലോറിയലിൻ്റെ ഒക്കെ ഇങ്ങനത്തെ സ്പ്രേകൾ കിട്ടും. ലോറിയൽ പാരീസിന്റെ ഇങ്ങനത്തെ സ്പ്രേകളുണ്ട്. ഇത് 2 കളേഴ്സിലാണ് വരുന്നത്, ഒന്ന് ബ്ലാക്ക് ഒന്ന് ബ്രൗൺ. അപ്പൊ നമ്മുടെ ഹെയറിന്റെ ഏതാണോ നമുക്ക് സൂട്ട് ആവുന്നത് വെച്ചിട്ട് നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങളുടെ ഗ്രേ കവറേജ് ആവും, നല്ല ഒരു കവറേജ് കിട്ടും. അതുപോലെ ഷാമ്പു വാഷിന് ശേഷം മാത്രമേ ആ കളർ പോവുകയുള്ളൂ. നിങ്ങൾ 2 ദിവസം ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ ആ 2 ദിവസം ആ കളർ അവിടെ ഇരിക്കും, അങ്ങനെ പെട്ടെന്ന് പോവുകയൊന്നുമില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് നമുക്കൊരു കളർ ഓപ്ഷനിലോട്ട് പോകാതെ തന്നെ. ഇന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എപ്പോഴും പുറത്തു പോകുന്ന ആൾക്കാർക്കും സെൽഫ് കോൺഫിഡൻസിന്റെ ഭാഗമാണ് ഈ കളർ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് കോൺഫിഡൻസ് കാണില്ല. സോ അപ്പൊ നമ്മൾ എപ്പോഴും കളർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മന്തിരി കളർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഗ്രോത്ത് അനുസരിച്ചാണ് കളേഴ്സ് നമ്മൾ ടച്ച് ചെയ്യുന്നു. അപ്പൊ കളറിന്റെ ഓപ്ഷനിലോട്ട് പോകുമ്പോൾ എന്താന്ന് വെച്ചാൽ, കളർ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ സ്കാൽപ്പ്. അവർക്ക് ഇച്ചിങ്, അതേപോലെ തന്നെ ചെറിയ പിമ്പിൾസ്, സ്കാൽപ്പ് റെഡ് ആവുക, നമ്മുടെ സ്കിന്ന് ബ്ലാക്ക് ആവുക, ഇങ്ങനെയുള്ള പ്രോബ്ലംസും ഇതിന്റെ കൂടെ തന്നെ മിക്ക ആൾക്കാരിലും ഇത് കണ്ടുവരാറുണ്ട്. ഈ ഇച്ചിങ് ആണ് കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന ഒരു പ്രോബ്ലം ആണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ആദ്യമൊന്നും ഒരു പ്രശ്നവും കാണത്തില്ല, പിന്നെ അവർക്ക് ഇച്ചിങ് പ്രോബ്ലംസ് വന്നു തുടങ്ങും. വീട്ടിൽ കളർ ചെയ്യേണ്ട ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ ഒരു ബാക്കിൽ അവർ കറക്റ്റായിട്ട് ഇത്ര മിനിറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്ര മിനിറ്റ് ഇതെങ്ങനെ മിക്സ് ചെയ്യണം, ഇതിന്റെ എല്ലാം അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞാലും ചിലവർ 1 hour വെക്കും, ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാലും 1 hour വെക്കും. ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇത് 1 hour ഇരിക്കുമ്പോൾ ഇത് കുറെ ലാസ്റ്റിംഗ് കിട്ടുന്നു. ഒരിക്കലും കിട്ടില്ല. ബിക്കോസ് അവരാ പറഞ്ഞ ടൈമിൽ കൂടുതൽ നിങ്ങൾ 2 മണിക്കൂർ വെച്ചാലും കിട്ടില്ല. അത് കഴിഞ്ഞ് വെക്കുമ്പോൾ നിങ്ങളുടെ സ്കാൽപ്പ് അത് ഡാമേജ് ആകുകയും സെൻസിറ്റീവിലോട്ട് പോവുകയും ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ പറഞ്ഞേക്കുന്ന ടൈം കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ട് ഡൈ മൊത്തം വാഷ് ചെയ്ത് കളയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ ഹെയറിന്റെ പ്രൊഡക്റ്റ് വാങ്ങും ഏറ്റവും നല്ലത് വാങ്ങാൻ നിങ്ങൾ ട്രൈ ചെയ്യും. ഈ നമുക്കിപ്പം എന്താ പറയുക, മാർക്കറ്റുകളിൽ ചീപ്പായിട്ടുള്ള 10 രൂപ മുതലുള്ള പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കാം, അങ്ങോട്ട് പൗഡർ രൂപത്തിലുള്ള. മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അത് ഇപ്പൊ ഒരു 5 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ തലയിൽ ഷാമ്പു പോലെ ഇട്ടിട്ട് ഇത് കളർ വരും, അങ്ങനത്തെയൊക്കെ പ്രൊഡക്റ്റ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കുറച്ച് ഇപ്പൊ ദ ബെസ്റ്റ് എന്ന് പറയാൻ ലോറിയൽ പാരീസിന്റെ ബെസ്റ്റ് ആണ്. നമുക്ക് ഡൈ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരു ഡൈ ആണ്. മുടിക്ക് ഡ്രൈനെസ് എന്ന് പറഞ്ഞൊരു കാര്യം അതിനുണ്ടാകത്തില്ല. അപ്പൊ ലോറിയൽ ഡൈ എന്നല്ല പറയുന്നത്, ലോറിയൽ കളറാണ് വരുന്നത്. നമ്പർ 1, നമ്പർ 3. നമ്മൾ മാക്സിമം നമ്പർ 3 ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഹെയറിനൊക്കെ പോകുന്നത്. 1 വരുമ്പോഴത്തേന് ഭയങ്കര ബ്ലാക്കിലോട്ട് പോകും. സോ അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ കളർ സെൽഫായിട്ട് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ നല്ല ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് പിന്നെ ഇന്ന് ഇതിട്ടു നാളെ വേറെ ഇതിട്ടു അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ഒരു കാര്യം നമുക്ക് ഓക്കെ, നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ കളർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഐസിന് ഇറിറ്റേഷൻ, ഇച്ചിങ്ങോ അല്ലെങ്കിൽ ബേണിംഗ് പോലൊക്കെ ഉള്ള പ്രോബ്ലംസ് വരുമെന്ന് അപ്പം തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഹെയർ ഫുള്ള് വാഷ് ചെയ്ത് കളർ മാറ്റേണ്ടതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹെയർ ഡൈ നമുക്ക് എത്ര ദിവസത്തിന്റെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നത്. ഒരു 4 വീക്ക് ഗ്യാപ്പ് വേണം എന്തായാലും ഹെയർ ഡൈ നമ്മൾ അഗെയിൻ അപ്ലൈ ചെയ്യാൻ നേരത്ത്. എല്ലാ വീക്കും നമ്മൾ കളർ ഒരിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പൊ കളർ അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇച്ചിങ് വന്നു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം അലോവേര ജെല്ല് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇത് നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
മിക്ക ആൾക്കാരും പ്രോബ്ലം 4 വീക്സ് വരെ കളർ നിൽക്കുന്നില്ലെന്നാണ്. കളർ അങ്ങനെ പോകുന്നതല്ല. നമുക്ക് നമ്മുടെ നൈൽ എത്ര നമ്മൾ കട്ട് ചെയ്താലും ഇത്തിരി വീതം എന്നും വരില്ല. സെയിം പ്രോസസ് ആണ് ഹെയറിൽ സംഭവിക്കുന്നത്. എവറിഡേ ഇത്തിരി നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കളർ പോകുന്നതല്ല. പിന്നെ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആകാതെ ഇരിക്കാൻ വേണ്ടി നമുക്കിപ്പം മാർക്കറ്റുകളിൽ അങ്ങനെയുള്ള ഷാംപൂസ്, കളർ സേഫ് ഷാംപൂസ് അവൈലബിൾ ആണ്. സോ അപ്പൊ ആ കാര്യങ്ങളോടൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4 വീക്സ് വരെ നിങ്ങളുടെ ഹെയറിൽ കളേഴ്സ് നിൽക്കും. അങ്ങനെ പോകില്ല. നമ്മൾ നല്ല ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലോറിയൽ, റെവലോൺ പോലുള്ള ബ്രാൻഡ് ആണെങ്കിൽ കളർ ചെയ്ത കളർ പോകില്ല. നമ്മുടെ ഗ്രോത്ത് മാത്രമാണ് വൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഗാർണിയർ ഒലീവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കളറുണ്ട്. അതും നമ്മുടെ ഹെയറിന് ഡാമേജസ് ഒന്നുമില്ല. അമോണിയ ഫ്രീ തന്നെയാണ്. നമ്മുടെ ഹെയർ എന്താ പറയുക, കുറച്ച് സോഫ്റ്റ് ആവുന്നുണ്ട്. ഈ ലോറിയൽ, റെവലോൺ ഈ പറഞ്ഞ കമ്പനിയൊക്കെ നമ്മുടെ ഡൈറ്റ് കഴിയുമ്പോൾ നമ്മുടെ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അതൊരു ഡ്രൈനെസ് ആകുന്നില്ല. നമ്മൾ ഈ പാക്കറ്റ് ചെറിയ സാഷ്യ പോലുള്ളത് വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ഹെയർ ഭയങ്കര ഡ്രൈ ആവും. നമ്മൾ കോംബ് ചെയ്യുമ്പോഴൊക്കെ ഹെയർ നന്നായിട്ട് ഹെയർ ഫോളോ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഹെയർ സ്കാൽപ്പും ഒക്കെ ഡാമേജ് ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. ബൈ ബൈ.